ഒരു 3 ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ടക്കറി ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേ ലീവ്സ്. അതൊന്ന് പൊട്ടിച്ച്, നമ്മൾ മസാലയാണ് ഇടുന്നത്, മസാല വേറെ ചേർക്കും, എന്നാലും ഒരു ബേ ലീവ്സ് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ കറുവപ്പട്ട, ഏലക്കായ, കരയാമ്പൂവ്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇതൊക്കെയാണ് ഇട്ടത്. ഇനി ഒരു 2 ചെറിയ സവാള, ഒരു സവാളയായാലും മതി. ഇത് വളരെ ചെറിയ സവാളയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ആ 2 സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്കങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ എന്നിട്ട് മുട്ടക്കറിയായിട്ട് നമുക്ക് നല്ല മുട്ടക്കറി പല വിധത്തിൽ ഉണ്ടാക്കാം, പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കാം. അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഒരു 3 വെളുത്തുള്ളിയും കൂടി അതിൽ ഇട്ട് കൊടുത്ത്, വെളുത്തുള്ളി ഇടാൻ മറന്നു പോയിട്ട്, അതുകൊണ്ടാണ് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. അല്ലാതെ വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലയും അതിൽ കിടന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട്, ഇങ്ങനെ മസാല ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ മുട്ടക്കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മസാല ചേർക്കും, എല്ലാം പൊടിച്ചിട്ട് വീണ്ടും ചേർക്കും. ഇനി നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല 1/2 സ്പൂണ്. നമ്മൾ മസാല നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഇതിൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കട്ടെ. അപ്പോൾ ഞാൻ അധികം മുളകിൽ ഇട്ടിട്ടില്ല, കുരുമുളക് നിങ്ങൾ ചേർക്കണം, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ഇപ്പോൾ അപ്പൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കൂടിയാണ്. അപ്പോൾ ആ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്, തക്കാളി തെറ്റി പറഞ്ഞു. ആ തക്കാളി നന്നായി വഴന്ന് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. നേരില്ലാത്തവർക്കൊന്ന് മൂടിയിട്ട് ആവി കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചാൽ എടുക്കാണ്. എന്നിട്ട് അതൊന്ന് ആയി വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഉടച്ച് കൊടുക്കാം തക്കാളി കേട്ടോ. ഉടച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒന്ന് കുറുതായി വന്നോട്ടെ കറി. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് അപ്പോൾ ഒരു ഇത് ഉടച്ചാൽ മതി. അതിന് ശേഷം വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1-2 ഉരുളൻകിഴങ്ങ് നമുക്ക് വേണമെങ്കിൽ ഉടച്ച് കൊടുക്കുകയും ചെയ്യാം, കറിക്കൊരു കുറുതായ്മ വരെ. അപ്പോൾ ഞാൻ അതിലൊരു ചൂടുവെള്ളം ഒരു 3/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മൂടിയിട്ട് ഒന്ന് ഇതായിട്ട് പറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 മുട്ട വേവിക്കാൻ വെച്ചിട്ട് ഉപ്പിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിയായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ മല്ലിയില പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട്, ഇനി മുട്ട ഒന്ന് നമ്മൾ വേറെ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതിലിടാം. കറിയിൽ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട്. വേറൊരു ചട്ടി വെച്ചിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു നുള്ളു മഞ്ഞളും 1 നുള്ളു മുളക് പൊടി ഇടുക, 1 നുള്ളു ഉപ്പ്,
ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ റോസ്റ്റ് ചെയ്ത മുട്ട നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി, പൂരി ഒക്കെ കഴിക്കാം.